മഴതോറും മുമ്പേ സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ. വൈജയന്തി ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മയുടെ മെഡിസിനൊക്കെ തീർന്നു, ബാലചന്ദ്രൻ വരുമ്പോൾ അത് വാങ്ങിയിട്ട് വരണമെന്ന്. ശരി, ഞാൻ വാങ്ങിയിട്ട് വരാം, നീ എൻ്റെ തുണ്ടിങ് എടുക്കാൻ പറയും. അതെൻ്റെ പേഴ്സിലുണ്ട്, ബാലചന്ദ്രൻ എടുത്തോന്ന് പറയാണ് കേട്ടോ. ബാലചന്ദ്രൻ ഇങ്ങനെ പേഴ്സ് നോക്കുമ്പോൾ ഈ കട്ടിലേക്ക് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ പേഴ്സിൽ നിന്ന് തട്ടിയിടുകയാണ് കേട്ടോ. ആ സമയത്ത് ഈ 1.5 പവൻ്റെ മോതിരവും വീഴുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇത് തന്നെയല്ലേ നിന്റെ കാണാതെ പോയ 1.5 പവൻ്റെ മോതിരം? ഇതിന് വേണ്ടിയിട്ടല്ലേ നീ ആ അലീനെ സംശയിച്ചത്? എന്തൊക്കെ ബഹളമായിരുന്നു, പോലീസിനെ വിളിക്കണം, ചോദ്യം ചെയ്യണം. ഇപ്പം അങ്ങനെയൊക്കെ ചെയ്തായിരുന്നെങ്കിൽ ആകെ നാണം കെട്ടേനെ. നീ ഇപ്പം തന്നെ ആ പെങ്കൊച്ചിൻ്റെ അടുത്ത് പോയിട്ട് സോറി പറയേണ്ടതാണ്. പിന്നെ വീട്ടിൽ നിൽക്കുന്ന വേലക്കാരിയുടെ അടുത്തല്ലേ സോറി പറയാൻ പോകുന്നത്? എനിക്ക് വേറെ പണിയുണ്ട് ബാലേന്ദ്ര എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിക്കാനിരിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ എല്ലാവരോടും പറയുന്നുണ്ട്, മക്കളെ ഇവളുടെ കാണാതെ പോയ മോതിരം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് എവിടുന്നാണ് കിട്ടിയത് അച്ഛാ? ആരാ എടുത്തത്? ആരും എടുത്തതൊന്നുമല്ല, അവളുടെ പേഴ്സിൽ തന്നെ ഉണ്ടായിരുന്നു, അവൾ മറന്നു പോയതാന്ന് പറയാം. അങ്ങനെ അലീന വരുമ്പോഴും ബാലേന്ദ്രൻ ഇത് പറയുന്നുണ്ട് കേട്ടോ. അലീന, ആ മോതിരം കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയോ? അത് നല്ല കാര്യം. അലീനയുടെ ആ ഒരു മറുപടി കേൾക്കുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ അലീനയുടെ അടുത്ത് സോറി പറയുന്നുണ്ട്, അലീനയെ സംശയിച്ചതിന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, അതൊക്കെ സ്വാഭാവികമല്ലേ, ഞാൻ മാത്രമല്ലേ ഉള്ളൂ പുറത്തുനിന്ന് ഒരാൾ, സംശയിക്കുന്നതൊക്കെ സ്വാഭാവികമാണെന്ന് പറയാം. അന്നേരത്തേക്ക് നമ്മളുടെ വൈജയന്തിക്ക് ഈ സോറി പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ബാലേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ബാലേന്ദ്ര. ആ, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സോറി പറഞ്ഞത്. ആഹാ, എന്നിട്ട് അവളുടെ പ്രതികരണം എന്തായിരുന്നു? അതെ, അവളുടെ അന്തസ്സ് അവൾ അങ്ങനെ പറഞ്ഞത്. അതൊക്കെ നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണെന്ന് പറയാം കേട്ടോ. അങ്ങനെ വൈജയന്തി നേരെ അമ്മയടുത്ത് വരുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അമ്മയ്ക്ക് ഇവൾ ഉണ്ടാക്കി തരുന്നത് വല്ലതും വായിക്ക് വെച്ച് തിന്നാനായിട്ട് പറ്റുന്നുണ്ടോ? ആ, നല്ല രുചിയാണല്ലോ, അവളെല്ലാം നന്നായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വൈജയന്തിക്ക് അലീനെ എങ്ങനെയെങ്കിലും കുറ്റം പറയണം. അമ്മയുടെ കൈയും ഈ പാത്രമൊന്നും അവൾ ഇതുവരെ കഴുകി വെച്ചില്ലല്ലോ. അങ്ങനെ അലീനെ വിളിച്ച് അതിനൊക്കെ വഴക്ക് പറയുന്നുണ്ട്. അലീനെ എല്ലാം അപ്പം തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തിനാ ആ പെങ്കുച്ചിനോട് ഇത്രയ്ക്ക് കലി? അവൾ നിന്നെ എന്താ ചെയ്തത്? ആ, എല്ലാവരും കൂടി അവളെ എടുത്തങ്ങ് തലയിൽ വെച്ചോ. ആ, നിനക്കെന്തായാലും കാണാതെ പോയ മോതിരം കിട്ടിയില്ലേ മോളെ? ആ, അതൊക്കെ കിട്ടി. ഓ, അതിനു മുമ്പ് അമ്മയടുത്ത് ഒന്ന് പറഞ്ഞോ? ഓ, അവളൊന്നും അല്ല വന്ന് പറഞ്ഞത്, കൃഷ്ണമോളാ വന്ന് പറഞ്ഞത്. നീ വെറുതെ ആ പെങ്കൊച്ചിനെ സംശയിച്ചതല്ലേ? ഓ, എൻ്റെ സംശയമൊന്നും മാറിയിട്ടില്ലേ, എവിടുന്നെങ്കിലും കയറി വന്നതല്ലേ? പിന്നെ ഇവളെങ്ങനെ ഈ വീട്ടിലേക്ക് വന്നതെന്നൊക്കെ എനിക്കറിയാം. അതെങ്ങനെയാടി നിനക്കറിയാവുന്നത് വൈജയെ? അച്ഛനും മനുവും കൂടെ പോയിട്ടല്ലേ സെലക്ട് ചെയ്തുകൊണ്ട് വന്നത്. ഇവളുടെ കണ്ണീര് കണ്ടപ്പോഴത്തേക്ക് അച്ഛൻ്റെ മനസ്സെളിഞ്ഞാണ്. പിന്നെ മനു ആണെന്നുണ്ടെങ്കിൽ ഇവളുടെ തൊലിയെളുപ്പ് മാത്രമേ നോക്കിയിട്ടുണ്ടാവത്തുള്ളൂ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അലീനയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. പിഴച്ചു പ്രസവിച്ചവളാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഞാനാണോ പിഴച്ചത്? എൻ്റെ അമ്മയല്ലേ പിഴച്ചത്? എന്താടി നിനക്കത് പറഞ്ഞപ്പോൾ ഇത്ര ദേഷ്യം? നീ എന്തിനാ എന്നെ തുറച്ചു നോക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് കൂടുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ വെറുതെ ഈ പെങ്കൊച്ചിൻ്റെ അടുത്ത് മെക്കിട്ട് കയറാതെ, നിൻ്റെ മോളുടെ പ്രായമല്ലേ ഉള്ളൂ, നീ നിൻ്റെ കാര്യം നോക്കി പോകാൻ നോക്ക്, നീ ബാങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ പോകാൻ പറയാം. അങ്ങനെ വൈജയന്തി പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചിന്നുമോളെയാണ്. ചിന്നുമോളാണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ ബ്രിജിതാമേനെ അലീനയൊക്കെ സ്വപ്നം കണ്ടിട്ടിരുന്ന് കരയുന്നുണ്ട് കേട്ടോ, പാവം. അപ്പോൾ പിന്നീട് നമ്മുടെ രേവതിക്കുട്ടിയെ കാണിക്കുന്നുണ്ട്. രേവതിക്കുട്ടി ആ വീട്ടിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവരാണെന്നുണ്ടെങ്കിൽ രേവതിക്കുട്ടിക്ക് പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്.